നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. ചവറയിലും തീതുപ്പുന്ന വാഹനങ്ങൾ. ചവറയിൽ നടന്ന ഓട്ടോ ഷോയിലാണ് രൂപമാറ്റം വരുത്തി വാഹനങ്ങൾ എത്തിച്ചത്. MSN കോളേജിലെ ഓട്ടോ ഷോയിലാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ എത്തിച്ചത്. ക്ഷീരമേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി KN ബാലഗോപാൽ. ക്ഷീരസംഘങ്ങൾ മേഖലയുടെ വളർച്ചയിൽ നിർണായക ഘടകം. ഗുണനിലവാരമുള്ള പാലുൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ക്ഷീരസംഘങ്ങളിലൂടെ സാധ്യമായെന്നും മന്ത്രി. ബസ്സിൽ കുഞ്ഞിന്റെ ആഭരണം മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശിനി സബീനയാണ് അറസ്റ്റിലായത്. 3/4 പവനുള്ള സ്വർണ്ണ കുലുസാണ് മോഷ്ടിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലത്ത് തീതുപ്പുന്ന വാഹനങ്ങൾ യഥേഷ്ടം. ചവറയിൽ നടന്ന ഓട്ടോ ഷോയിലാണ് രൂപമാറ്റം വരുത്തി തീതുപ്പുന്ന വാഹനങ്ങൾ എത്തിച്ചത്. ചവറ MSN കോളേജിൽ നടന്ന ഓട്ടോ ഷോയിലാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ എത്തിച്ചത്. ചവറ MSN കോളേജിൽ ശനിയാഴ്ച നടന്ന ഓട്ടോ ഷോയിലാണ് തീതുപ്പുന്ന വാഹനങ്ങൾ എത്തിച്ചത്. നിയമവിരുദ്ധമായി രൂപമാറ്റം നടത്തിയ നിരവധി വാഹനങ്ങൾ ഷോയ്ക്ക് എത്തിച്ചു. വാഹനങ്ങളിൽ അപകടകരമായ ഒരു മാറ്റവും വരുത്താൻ പാടില്ലെന്നും മേളകളിലോ എക്സ്പോകളിലോ ഇത്തരം വാഹനങ്ങൾ പ്രദർശിപ്പിക്കാനും പാടില്ലെന്നാണ് MVD ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ നിയമം ലംഘിച്ചാണ് രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ചവറ MSN കോളേജിലെ ഓട്ടോ ഷോയിൽ എത്തിച്ചത്. വിവിധ കാമ്പസുകളിൽ ഓട്ടോ ഷോ നടത്തുന്ന സംഘമാണ് ചവറയിലും എത്തിയത്. കഴിഞ്ഞ ദിവസം കുണ്ടറ ഇളമ്പള്ളൂരിൽ തീതുപ്പി നിരത്തിൽ ഭീതി സൃഷ്ടിച്ച കാർ മോട്ടോർ വാഹന വകുപ്പ് പിടികൂടിയിരുന്നു. പള്ളിക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാന്റേതായിരുന്നു വാഹനം. കാറിന്റെ രജിസ്ട്രേഷൻ 2 വർഷത്തേക്ക് റദ്ദാക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിരുന്നു. എൻഫോഴ്സ്മെന്റ് RTO ദിലുവും സംഘവുമാണ് വാഹനം കണ്ടെത്തിയത്. ഇതിന് പിന്നാലെയാണ് ഓട്ടോ ഷോയിൽ രൂപമാറ്റം വരുത്തിയ നിരവധി വാഹനങ്ങൾ ചവറയിൽ പ്രദർശിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, ചവറ. ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തി. ഓച്ചിറ പായിക്കുഴി സ്വദേശി രാജന്റെ കൃഷിയിടത്തിലെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. വീട്ടുവളപ്പിലെ 15 സെന്റിലാണ് രാജൻ കൃഷി തുടങ്ങിയത്. ഓച്ചിറ പായിക്കുഴി പാലൊളിപ്പടിയറ്റതിൽ രാജന്റെ കൃഷിയിടത്തിലാണ് ജൈവ പച്ചക്കറിയുടെ വിളവെടുപ്പ് നടത്തിയത്. കഴിഞ്ഞ 33 വർഷമായി കൊച്ചിൻ നേവൽ ബേസിൽ ഉദ്യോഗസ്ഥനാണ് രാജൻ. വിശ്രമജീവിതമാണ് രാജനെ കൃഷിയിലേക്ക് നയിച്ചത്. വീട്ടുവളപ്പിലെ 15 സെന്റിലാണ് കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഇതിന്റെ വിളവെടുപ്പാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ജൈവ രീതിയിലായിരുന്നു പൂർണ്ണമായും കൃഷി. ചീര, വെണ്ട, പടവലം, ഇഞ്ചി, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം കൃഷി ചെയ്യുന്നുണ്ട്. 23 കൊല്ലം കൊച്ചി നേവൽ ബേസിൽ വർക്ക് ചെയ്തിട്ട് റിട്ടയർമെൻ്റ് ജീവിതം. ഞാൻ എൻ്റെ വീട്ടിൽ 15 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 15 സെൻറ്റ് സ്ഥലത്ത് ഞാൻ ഈ പച്ചക്കറി കൃഷി, വെണ്ട, പാവൽ, ചേന, ചേമ്പ്, കിഴങ്ങ്, ഞാൻ ഇപ്പം വിളവ് എടുക്കുന്ന സമയമായപ്പോഴത്തേക്ക് എനിക്ക് ഈ പച്ചക്കറി കൃഷിയിൽ കൂടി ഞാൻ തീർത്തും ഒരു സന്തോഷമാണ്. കാര്യം പറഞ്ഞാൽ നമുക്ക് നല്ല പച്ചക്കറിയിൽ നിന്ന് ആ കിട്ടുന്ന നമ്മുടെ പാവലിൻ്റെയൊക്കെ ആ സ്വാദ് പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല. നമ്മൾ പൈസ കൊടുത്താൽ കിട്ടും, പക്ഷേ അത് വിഷമാണ് നമ്മൾ മേടിച്ച് ഉപയോഗിക്കുന്നത് എല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ 2 സെൻറ്റ് സ്ഥലമുണ്ടെങ്കിലും അതിലൊന്ന് ഇച്ചിരി പാവലോ പടവളങ്ങ, അച്ചങ്ങ കൃഷി ചെയ്താൽ നമ്മുടെ ആ സന്തോഷം. ഞാൻ ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞിട്ട് ഞാൻ എല്ലാത്തേർക്കും കൊടുക്കും. ഇപ്പം ചീരയുണ്ട്, വെണ്ടയുണ്ട്, തക്കാളിയുണ്ട്, പടവളയുണ്ട്, അച്ചങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. ഞാൻ സ്വന്തമായ രീതി രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കുക. പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ബീനയും രാജനൊപ്പമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. ബസ്സിൽ കുഞ്ഞിന്റെ ആഭരണം മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശിനി സബീനയാണ് അറസ്റ്റിലായത്. കുളത്തൂപ്പുഴയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലായിരുന്നു മോഷണം. 3/4 പവനുള്ള സ്വർണ്ണ കുലുസാണ് മോഷണം പോയത്. കൊല്ലം അഞ്ചലിലാണ് ബസ്സിൽ നിന്നും കുഞ്ഞിന്റെ സ്വർണ്ണ കുലുസ് മോഷ്ടിച്ചത്. അഞ്ചൽ സ്വദേശി സബീനയാണ് സംഭവത്തിൽ അറസ്റ്റിലായത്. ശിവരാത്രി ദിനം അഞ്ചൽ RO ജംഗ്ഷനിൽ നിന്നും കുളത്തൂപ്പുഴയ്ക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സിലാണ് കുഞ്ഞിന്റെ 3/4 പവൻ വരുന്ന സ്വർണ്ണ കുലുസ് അപഹരിച്ചത്. കോട്ടുക്കൽ സ്വദേശിനി അസ്നിയുടെ മകൾ അസ്ലിന്റെ കൊലുസാണ് മോഷ്ടിച്ചത്. കൊലുസ് നഷ്ടപ്പെട്ട വിവരം അസ്നി ബസ് ജീവനക്കാരെ അറിയിക്കുകയും ബസ് ജീവനക്കാർ പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. ബസ് അഞ്ചൽ പോലീസ് സ്റ്റേഷനിലെത്തിച്ച് സബീനയെ പരിശോധിച്ചപ്പോഴാണ് സ്വർണം മോഷ്ടിച്ചത് സബീനയാണെന്ന് മനസ്സിലായത്. ഇവർ ഇതിനു മുമ്പും സമാന കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഉടമയ്ക്ക് സ്വർണം തിരികെ നൽകി സബീന രക്ഷപ്പെടുന്നതാണ് പതിവ് രീതി.
എന്നാൽ ഈ കേസിൽ അസ്നി പരാതിയിൽ ഉറച്ചു നിന്നതോടെയാണ് പോലീസ് സബീനയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ വർഷം അഞ്ചൽ പനഞ്ചേരി ക്ഷേത്രത്തിലെ ഉത്സവ ഘോഷയാത്രയുടെ ഇടയ്ക്ക് കുഞ്ഞിന്റെ സ്വർണ്ണമാല മോഷ്ടിച്ച സബീനയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. ഉടമയ്ക്ക് സ്വർണം തിരികെ നൽകിയതോടെ പരാതിയില്ല എന്ന് ഉടമ പറഞ്ഞതിനെ തുടർന്ന് കേസെടുക്കാതെ അന്ന് വിട്ടയച്ചു. അഞ്ചൽ പ്രദേശത്തെ ഓഡിറ്റോറിയങ്ങളിലെ വിവാഹച്ചടങ്ങുകളിൽ നിത്യസന്ദർശകയായിരുന്നു സബീന. കുട്ടികളുടെയും സ്ത്രീകളുടെയും ദേഹത്ത് കിടക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ തന്ത്രപരമായി മോഷ്ടിച്ച് മുങ്ങുന്നത് ഇവരുടെ പതിവ് രീതിയാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ക്ഷീരമേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ കുടവട്ടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിന്റെ 2ാം നിലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ക്ഷീരസംഘങ്ങൾ മേഖലയുടെ വളർച്ചയിൽ നിർണായക ഘടകങ്ങളാണെന്നും ഗുണനിലവാരമുള്ള പാലുൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ക്ഷീരസംഘങ്ങളിലൂടെ സാധ്യമായെന്നും മന്ത്രി പറഞ്ഞു. ക്ഷീരമേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞു. കുടവട്ടൂർ ക്ഷീരോത്പാദക സഹകരണ സംഘം കെട്ടിടത്തിന്റെ 2ാം നിലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാൽപ്പൊടി, മൂല്യവർദ്ധിത പാലുൽപ്പന്നങ്ങൾ എന്നിവ നിർമ്മിച്ച് വിപണനം നടത്തുന്നതിന് 50 കോടി രൂപയോളം ചെലവഴിച്ച് മലപ്പുറത്ത് ഫാക്ടറി സ്ഥാപിച്ചു. പാലുൽപാദനത്തിനും ഉപോൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനും ക്ഷീരകർഷകർക്കും സൊസൈറ്റികൾക്കും സർക്കാർ ധനസഹായം നൽകുന്നുണ്ട്. ക്ഷീരമേഖലയുടെ അടിസ്ഥാന യൂണിറ്റുകളായ ക്ഷീരസംഘങ്ങൾ മേഖലയുടെ വളർച്ചയിൽ നിർണായക ഘടകങ്ങളാണെന്നും ഗുണനിലവാരമുള്ള പാലുൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ക്ഷീരസംഘങ്ങളിലൂടെ സാധ്യമായെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. അതിനകത്ത് പാല് കൃത്യമായി അളക്കുന്ന ഒരു സൊസൈറ്റിയാണ്. അതുകൊണ്ടാണ് ജോലി ചെയ്യുന്നത്. ക്ഷീരസംഘം എന്ന് പറഞ്ഞാൽ വലിയ വരുമാനവും ശമ്പളവും ലാഭവും നിൽക്കുന്ന പദ്ധതി എന്നാണ്. ക്ഷീരസംഘം ക്ഷീര കർഷകരെ പോലെ തന്നെയാണ്. ക്ഷീര കർഷകരാണ് ഏറ്റവും കൂടുതൽ ടൈം അനുസരിച്ച് അധ്വാനിക്കേണ്ട ആളുകൾ. പരിപാടിക്കൊക്കെ വിളിച്ചാൽ പശുവിനെ കറക്കാൻ അടിച്ചിട്ടുള്ള സമയം പോയത് അത് നമുക്കറിയാം. 10 ലക്ഷം ആളുകൾ കൃത്യമായി ജീവിക്കുന്ന 19 ലക്ഷത്തോളം ആളുകൾ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അല്ലേ? 10 ലക്ഷം ആളുകൾ പശു കൃഷിയുടെ ജീവിക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധം ഇന്ത്യയിലെ കർഷകർ ഗവൺമെന്റുകളുടെ സംഘടന കർഷകരുടെ സംഘടനയിലെ വലിയ സമരം കൂട്ടി. അത് വന്നു കഴിഞ്ഞാൽ അന്ന് ആശങ്കയുണ്ട്. ഞാൻ പറഞ്ഞത് ആശങ്ക ഉണ്ടാകുന്നത് ഭയപ്പെടുത്താറില്ല. പക്ഷെ പുറത്ത് എല്ലാ യന്ത്രവും ഉപയോഗിച്ചിട്ടാണ് പശുവിനെ വളർത്തുന്നതും പശുവിനെ കാക്കുന്നതും ഒക്കെ. അപ്പൊ കേരളത്തിൽ ഇത്രയേറെ ആൾക്ക് ജോലി കിട്ടുമ്പോ ഇന്ത്യയിൽ ഇത് എത്രയോ മടങ്ങാണെന്ന് പശു പാല് കോവിഡായതുകൊണ്ട് ബന്ധപ്പെടുന്നതല്ല. ഇത് കറക്കും. പശുവിനെ പാല് വന്നാൽ മേടിക്കാനല്ലായിരുന്നു. ആ സമയത്ത് വലിയ ദിവസം ഈ സൊസൈറ്റി നേരിട്ട് കാണുന്നുണ്ട്. വെളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രേഖ അധ്യക്ഷത വഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വെളിയം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ അരവിന്ദാക്ഷൻ, മുൻ പ്രസിഡന്റ് എസ് രമണൻ, കൊട്ടാരക്കര DEO ജിൻസി, മുൻ പ്രസിഡന്റ് എസ് കൃഷ്ണൻകുട്ടി എന്നിവരെ ആദരിച്ചു. മുതിർന്ന ക്ഷീരകർഷകനായ M സാംബശിവനെയും ഏറ്റവും കൂടുതൽ പാലളന്ന കർഷകരായ S രാമചന്ദ്രൻ പിള്ള, സുജ, സരിത ചന്ദ്രബാബു എന്നിവർക്കും ആദരവ് നൽകി. കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം L ശൈലജ, പഞ്ചായത്ത് അംഗം വിഷ്ണു, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം L ബാലഗോപാൽ, പഞ്ചായത്ത് അംഗങ്ങളായ ജയ, കെ രമണി, ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് G രാജശേഖരൻ പിള്ള, കുടവട്ടൂർ കൈത്തറി പ്രസിഡന്റ് MK പുഷ്പാങ്കദൻ, ക്ഷീരോത്പാദക സഹകരണ സംഘം ഭരണസമിതി അംഗങ്ങളായ S രാമചന്ദ്രൻ പിള്ള, B മനോജ് ലാൽ, B റിജി, സംഘം സെക്രട്ടറി S രോഹിണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ വൈകിയതിനെ തുടർന്ന് പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ അന്വേഷണം ഇഴയുന്നതായി വേണുവിന്റെ ഭാര്യ സിന്ധു. മാസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങും എത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ചവറ KMML നടന്ന ഹിയറിംഗിന് പിന്നാലെയായിരുന്നു സിന്ധുവിന്റെ പ്രതികരണം. വേണുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ ഒരു DME ഓഫീസിൽ നിന്ന് അവിടെ നിന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. അതിനകത്ത് KMML ഗസ്റ്റ് ഹൗസ് വെച്ചിട്ടാണ് എൻ്റെ ഹെയറിംഗ് ഉണ്ടായിരുന്നത്. അവിടെ ചെന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. റിസൾട്ട് വന്നത് അതായത് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഭാഗികമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടായിരുന്നു. പക്ഷെ അത് ഗവൺമെൻറ്റിന് ഓക്കെ അല്ലായിരുന്നു. അതായത് റിപ്പോർട്ട് അങ്ങനെയല്ല വേണ്ടത്. അവിടെ ഏതൊക്കെ ഭാഗത്താണ് വീഴ്ചകൾ പറ്റിയതെന്നുള്ളത് ക്ലിയർ ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് രണ്ടാമതൊരു സമിതി രൂപീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് വീണ്ടും KMML ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് വീണ്ടും ഒരു ഹിയറിംഗ് ഉണ്ടായിരുന്നു. ഞാൻ അതിനും ഇന്ന് പങ്കെടുത്തു. എന്താണോ ഞാൻ അന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇന്നും 100% സത്യസന്ധതയോടുകൂടി ഞാൻ അത് കാര്യങ്ങൾ തന്നെ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ അന്ന് മുതൽ അതായത് വേണുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരണസമയം വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ എല്ലാ കോപ്പികളും ഞാൻ അവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. പന്മന സ്വദേശിയായ വേണു
കഴിഞ്ഞ നവംബർ 5-നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ചത്. ചികിത്സ കിട്ടാതെയുള്ള മരണമാണെന്ന് ആക്ഷേപം ഉയർന്നിരുന്നു. ഇതോടൊപ്പം വേണു സുഹൃത്തുക്കൾക്കയച്ച സന്ദേശങ്ങളും ചികിത്സ കിട്ടാതെയുള്ള മരണമാണെന്ന നിലപാടിലേക്ക് ബന്ധുക്കളെ ഉൾപ്പെടെ എത്തിച്ചു. മരണവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെയും നിയോഗിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ചവറ KMMൽ ഹിയറിംഗ് നടത്തി. നേരത്തെ ഉന്നയിച്ച പരാതികളിൽ ഉറച്ചു നിൽക്കുന്നതായി ഹിയറിംഗിൽ വേണുവിന്റെ ഭാര്യ സിന്ധു പറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ടിൽ ഏറെക്കുറെ അനുകൂലമായ നിലപാടാണ് അന്വേഷണ സമിതി സ്വീകരിച്ചിരുന്നത്. എന്നാൽ നിലവിൽ അന്വേഷണം മനഃപൂർവ്വം നീട്ടിക്കൊണ്ടു പോകുന്നതായി സംശയമുണ്ടെന്നും ഇവർ പറഞ്ഞു. മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടും വന്ന് അന്വേഷിച്ചു, എല്ലാ റിപ്പോർട്ടും എഴുതിയെടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ അന്ന് മുതൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒന്നിന്റെയും ഒരു റിസൾട്ട് എന്താണെന്നുള്ളത് ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു ഇത് ഇട്ട് വെച്ച് ഇങ്ങനെ ഈ ഒരു കാലയളവിൽ ഇതിങ്ങനെ അങ്ങ് പോകും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം ഇപ്പോഴും കറക്റ്റായിട്ട് എങ്ങും എത്തിയിട്ടില്ല. കാരണം പുള്ളി മരിച്ചിട്ട് 3 മാസമായി, മരണമൊഴി കൊടുത്തു, എന്തൊക്കെ ചെയ്തിട്ടും ഇതുവരെ എങ്ങും എത്തിയിട്ടില്ല ഈ ഒരു സംഭവം. നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്റെ പോരാട്ടം തുടരുകയാണെന്ന് സിന്ധു ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, ചവറ. തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടത്തി. പന്മന കോലം വാർഡിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. പുലരി ഓർഗാനിക് ഫാമിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് പന്മന കോലം വാർഡിൽ നെറ്റിയാട്ട് ടൗൺ മസ്ജിദിന് വടക്കുഭാഗത്ത് കണ്ണൻകുളങ്ങര ദേവീക്ഷേത്രത്തിന്റെ ഭൂമിയിൽ തണ്ണിമത്തൻ കൃഷി ചെയ്തത്. പുലരി ഓർഗാനിക് ഫാമിന്റെ നേതൃത്വത്തിലായിരുന്നു കൃഷി. ഞങ്ങളുടെ കൃഷിഭവൻ പരിധിയിലെ പ്രധാന കർഷകനായിട്ടുള്ള ശ്രീ ഹുസൈൻ ചേട്ടന്റെ തണ്ണിമത്തൻ വിളവെടുക്കുന്ന സ്ഥലത്താണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഞങ്ങളുടെ കൃഷിഭവൻ പരിധിയിലെ ഒരു ലീഡ് ഫാർമറാണ് ഹുസൈൻ ചേട്ടൻ. ഇന്നിവിടെ തണ്ണിമത്തന്റെ വിവിധ വെറൈറ്റീസ്, നാടൻ ഇനം, അതുപോലെ കിരൺ തണ്ണിമത്തൻ, പിന്നെ മഞ്ഞ നിറത്തിലുള്ള കാമ്പുള്ള വിശാല എന്ന ഇനം, അതുപോലെ ഷമാം ഒക്കെയാണ് നമ്മളിവിടെ വിളവെടുത്തത്. 2 വർഷക്കാലമായി പന്മനയിൽ ജൈവ രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന ഹുസൈൻ പുലരിയാണ് തണ്ണിമത്തനും കൃഷി ചെയ്തത്. തണ്ണിമത്തന്റെ വിളവെടുപ്പ് പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ, പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷംന റാഫി, കൃഷി ഓഫീസർ ആര്യ കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം RK കിഴക്കടം തുടങ്ങിയവർ പങ്കെടുത്തു. വിഷു വിപണിയെ കേന്ദ്രീകരിച്ചുള്ള അദ്ദേഹത്തിന് കണിവെള്ളരി, അതുപോലെ മത്തൻ എന്നീ കൃഷികൾ ഇവിടെ വിളവെടുപ്പിന് ഭാഗമായി വരുന്നുണ്ട്. നമ്മുടെ പന്മന കൃഷിഭവനിലെ തന്നെ കർഷകർക്ക് എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു മുതിർന്ന കർഷകനാണ് ശ്രീ ഹുസൈൻ. ന്യൂസ് ബ്യൂറോ, ചവറ. പരമ്പരാഗത മേഖലയ്ക്കും ആധുനിക വ്യവസായങ്ങൾക്കും പദ്ധതി നടപ്പിലാക്കിയതായി മന്ത്രി KN ബാലഗോപാൽ. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയിലെ വന്യജീവി ആക്രമണത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. അംഗീകൃത യുവജന ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന് ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആധുനിക വ്യവസായങ്ങളോടൊപ്പം പരമ്പരാഗത മേഖലയ്ക്കും കൃഷിക്കും പ്രാധാന്യം നൽകിയാണ് പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഈ നെടുവത്തൂർ പഞ്ചായത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. നല്ല കാർഷിക മേഖലയാണ്, നല്ല നിരന്ന സ്ഥലമാണ്, ഇഷ്ടംപോലെ കൃഷി ചെയ്യപ്പെടുന്ന സ്ഥലമാണ്, നല്ല വിദ്യാസമ്പന്നരായ ആളുകളുള്ള സ്ഥലമാണ്. ഇതിനെയൊക്കെ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ കാര്യം ചെയ്യാവുന്നതാണ് നമ്മുടെ പഞ്ചായത്തിന്റെ സമിതി ചർച്ച ചെയ്തത്. അതിനകത്ത് പ്രധാനക്കാരിൽ ഇപ്പോൾ പല വികസന കാര്യങ്ങളുടെയും ഒരു കേന്ദ്രം ഇവിടെ തന്നെ വരുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ നമ്മുടെ ആധുനിക വ്യവസായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പശുവിനുള്ള വലിയ മേഖലയാണ്. ആ മേഖലയെ കുറച്ച് കാര്യങ്ങൾ, ഫുഡ് പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലത് ചെയ്യുന്ന കമ്പനികളുണ്ട്. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ വികസന സെമിനാർ പഞ്ചായത്ത് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കൊട്ടാരക്കരയുടെ പ്രധാന വികസന കേന്ദ്രമായി നെടുവത്തൂർ മാറി. സോഹോയുടെ IT പാർക്ക് നെടുവത്തൂരിൽ പ്രൊഫഷണൽ നികുതി വർധനവുണ്ടാക്കി. പരമ്പരാഗത മേഖലകളിലെ തൊഴിൽ സംരക്ഷണത്തിന് ഉന്നതികളിൽ തൊഴിൽ പരിശീലന പരിപാടികൾ നടപ്പാക്കി. അംഗീകൃത യുവജന ക്ലബ്ബുകളുടെ പ്രവർത്തനത്തിന് ഓരോ വർഷവും 10,000 രൂപ ധനസഹായം നൽകും. കാർഷിക മേഖല നേരിടുന്ന വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ദിവ്യ അധ്യക്ഷത വഹിച്ചു.
സ്ഥിരം സമിതി അധ്യക്ഷ KS അമൃത കരട് പദ്ധതി അവതരിപ്പിച്ചു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 2026-27 വർഷത്തെ കരട് പദ്ധതി രേഖ പഞ്ചായത്ത് പ്രസിഡന്റ് മന്ത്രിക്ക് നൽകി പ്രകാശനം ചെയ്തു. നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് S കൃഷ്ണകുമാർ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം KS ഷിജുകുമാർ, കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G സന്തോഷ് കുമാർ, R പ്രശാന്ത്, L ശൈലജ, സ്ഥിരം സമിതി അധ്യക്ഷരായ സുജാ ശ്രീകുമാർ, അജിത ബിജു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സന്തോഷ് കുളങ്ങര, C മിനി, K ജയന്തി, MC രമണി, G ഉണ്ണികൃഷ്ണപിള്ള, വിദ്യാ വിജയൻ, S സുനീഷ്, B സന്ധ്യ, ജലജ സുരേഷ്, K ഉണ്ണികൃഷ്ണപിള്ള, R സുധാകരൻ നായർ, ജോഷ്ന ജോൺസൺ, B അനിൽകുമാർ, D അനിൽകുമാർ, PL ബിനു, ആനക്കോട്ടൂർ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ആലക്കോട്ടുമുക്ക് ഈരിക്കൽ പാലം റോഡ് ഉദ്ഘാടനം ചെയ്തു. 13 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡ് ആലക്കോട്ടുമുക്ക് ഇരിക്കൽ പാലം റോഡാണ് നാടിന് സമർപ്പിച്ചത്. CR മഹേഷ് MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപയും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെ 13 ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് റോഡ് പുനരുദ്ധരിച്ചത്. CR മഹേഷ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. അവർ തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണവും പുതിയ വികസന പ്രവർത്തനവും നടത്താൻ കഴിയട്ടെ. നമ്മളൊക്കെ വ്യത്യസ്തമായ കക്ഷികളിലും പാർട്ടികളിലും ഒക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിലും നാടിൻ്റെ വികസനത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് നിന്നുള്ള പ്രവർത്തനമാണ് ഓച്ചിറയുടെ ഒരു പാരമ്പര്യം. അതിനെല്ലാവരും ഒറ്റക്കെട്ടായി ബാക്കി പൂർത്തീകരണം കൂടി നടത്താൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രിയപ്പെട്ട MLA നമുക്ക് ഈ റോഡ് മാത്രമല്ല തന്നിട്ടുള്ളത്. നമ്മുടെ CMS LPSന് ഒരു ആധുനികമായ ഒരു അടുക്കള, അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ 2 റോഡും കൂടി ബഹുമാനപ്പെട്ട MLA അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അത് പ്രായോഗിക തലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ദൗത്യം അത് അഖിലി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ഈ റോഡുകൾ പൂർത്തീകരിക്കുമ്പോൾ ഒരാളെ കൂടി നമ്മൾ വിസ്മരിക്കുന്നത് ഏറ്റവും വലിയ ചരിത്ര നിന്നയായി അങ്ങനെ വിസ്മരിച്ചാൽ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുബീന നാസിം, ലീന പ്രവീൺ, സന്തോഷ് തണൽ, മിനി പൊന്നൻ, അഖിൽ ശശികുമാർ എന്നിവർ പങ്കെടുത്തു. മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം ഇന്ദുലേഖയെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പ്രധാന വാർത്തകൾ വീണ്ടും. ചവറയിലും തീതുപ്പുന്ന വാഹനങ്ങൾ. ചവറയിൽ നടന്ന ഓട്ടോ ഷോയിലാണ് രൂപമാറ്റം വരുത്തി വാഹനങ്ങൾ എത്തിച്ചത്. MSN കോളേജിലെ ഓട്ടോ ഷോയിലാണ് നിയമവിരുദ്ധമായി വാഹനങ്ങൾ എത്തിച്ചത്. ക്ഷീരമേഖലയിൽ വികസന തുടർച്ച ഉറപ്പാക്കാൻ സർക്കാർ നിരവധി പദ്ധതികൾ നടപ്പാക്കിയെന്ന് മന്ത്രി KN ബാലഗോപാൽ. ക്ഷീരസംഘങ്ങൾ മേഖലയുടെ വളർച്ചയിൽ നിർണായക ഘടകം. ഗുണനിലവാരമുള്ള പാലുൽപ്പന്നങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ ക്ഷീരസംഘങ്ങളിലൂടെ സാധ്യമായെന്നും മന്ത്രി. ബസ്സിൽ കുഞ്ഞിന്റെ ആഭരണം മോഷ്ടിച്ച യുവതി അറസ്റ്റിൽ. അഞ്ചൽ സ്വദേശിനി സബീനയാണ് അറസ്റ്റിലായത്. 3/4 പവനുള്ള സ്വർണ്ണ കുലുസാണ് മോഷ്ടിച്ചത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.